ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. അപ്പോൾ നമുക്ക് 8th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടന അല്ലേ? അപ്പം നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. In this chapter, we are going to begin with football, a game many of you have probably heard of or even played. അപ്പം നമ്മൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിമിലൂടെയാണ് അല്ലേ? അപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് അല്ലേ? ചിലരൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കാം, ചിലരാണെങ്കിൽ അത് ടി വിയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമിലൂടെ തന്നെ നമ്മുടെ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. As the name suggests, this is a game that involves the player's feet. According to the rules of football, if the ball touches the arm of any player, then this is considered a foul. അപ്പം ഫുട്ബോളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ അത് കാലുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ് അല്ലേ? അപ്പം അതിലെ പ്ലെയേഴ്സ് ആരെങ്കിലും ഇത് കൈകൊണ്ട് തൊടുകയാണ്, ഈ ബോൾ കൈകൊണ്ട് തൊടുകയാണെങ്കിൽ അവിടെ ഫൗളാവും അല്ലേ? അതായത് ഗോളിക്ക് മാത്രം ഇത് കൈകൊണ്ട് തൊടാനായിട്ട് സാധിക്കും, അല്ലാണ്ട് മറ്റ് പ്ലെയേഴ്സിന് ആർക്കും ഇത് കൈകൊണ്ട് തൊടാനായിട്ട് സാധിക്കില്ല, കാലുകൊണ്ട് തട്ടാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലേ? അതുപോലെ തന്നെ ഹെഡും കൊണ്ട് അവർക്ക് കിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കൈകൊണ്ട് തൊട്ടാൽ അവിടെ അത് ഫൗളാവും. അത് ഈ ഗെയിമിൻ്റെ ഒരു റൂളാണ്. So if players start holding the football in their hands and passing it around, then they are not playing football anymore. അപ്പോൾ ഈ പ്ലെയേഴ്സ് ആരെങ്കിലും ഇത് കൈകൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിം ആയിരിക്കത്തില്ല അല്ലേ? ഫുട്ബോളിൻ്റെ റൂളിൽ പറയുന്നുണ്ട് പ്ലെയേഴ്സ് ആരും ഈ ബോൾ കൈകൊണ്ട് തൊടല്ലെന്ന്. അപ്പോൾ അതിൽ നിന്ന് മാറി അവർ കൈകൊണ്ട് തൊട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അത് മറ്റെന്തെങ്കിലും കളിയായി മാറും. Similarly, other games such as hockey or cricket also have rules according to which they are played. ഇതുപോലെ തന്നെ ഏതൊരു ഗെയിം എടുത്താലും അതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ടല്ലേ? ഇപ്പോൾ ഹോക്കി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ബാസ്ക്കറ്റ്ബോൾ ആയിക്കോട്ടെ, ഏത് ഗെയിം ആണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. Each of these rules helps define the game and helps us distinguish one game from another. അപ്പോൾ ഓരോ ഗെയിമിനും അതിൻ്റേതായിട്ടുള്ള റൂളുണ്ട്. ആ റൂൾ കൊണ്ട് തന്നെ നമുക്ക് ആ ഗെയിംസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? As these are fundamental to the game, we can also call them the constitutive rules of the game. Like these games, a society also has constitutive rules that make it what it is and differentiate it from other kinds of societies. അപ്പോൾ എങ്ങനെയാണോ ഒരു ഗെയിമിന് റൂൾസ് ഉള്ളത് അതുപോലെ തന്നെ ഒരു സൊസൈറ്റിക്കും റൂളുണ്ട്. ആ റൂള് കാരണമാണ് ഒരു സൊസൈറ്റീനെ മറ്റൊരു സൊസൈറ്റിയിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നതും. In large societies in which different communities of people live together, these rules are formulated through consensus, and in modern countries this consensus is usually available in written form. A written document in which we find such rules is called a constitution. ഇപ്പോൾ വലിയ വലിയ സൊസൈറ്റിയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ധാരാളം ആൾക്കാർ താമസിക്കും അല്ലേ? അവർക്കൊക്കെ പല റിലീജിയനോ കാസ്റ്റോ അല്ലെങ്കിൽ പല ഭാഷ പോലും സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ വലിയ വലിയ സൊസൈറ്റിയിലൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടം നോക്കിയിട്ട് വേണം അവിടെ ഒരു റൂൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു കൺസെൻസോടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പൊതുസമ്മതത്തോടു കൂടി മാത്രമേ ആ സൊസൈറ്റിക്ക് വേണ്ടുന്ന റൂൾസൊക്കെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ആ റൂൾസൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ആ എഴുതിയ ആ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിക്ക് വേണ്ട റൂൾസൊക്കെ എഴുതിയൊരു ഡോക്യുമെൻ്റായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വേണ്ട ആൾക്കാർക്ക് അവരുടെ രീതിക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടി അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള റൂൾസൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ റൂൾസൊക്കെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? We have looked at the Indian Constitution in classes 6 and 7 in our social and political life textbooks. Have you ever wondered why we need a constitution or been curious about how the constitution got written or who wrote it? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ക്ലാസ്സിലൊക്കെ ആയിക്കോട്ടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ ഒരു ടേം നമ്മൾ പല ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പല ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ടേം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ
ടേം യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ആരായിരിക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത്? ഓക്കെ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. In this chapter, we will discuss both these issues and also look at the key features of the Indian Constitution. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കേണ്ടി വന്നതെന്നും ആരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതെന്നും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Each of these features is crucial to the working of democracy in India, and some of these will be focus of different chapters in this book. അപ്പോൾ ഇതിലെ മിക്ക ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് ഇവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രി വർക്ക് ചെയ്യുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണേലും ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ആയിട്ട് നമ്മളതൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വൈ ഡസ് എ കൺട്രി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ഒരു രാജ്യത്തിന് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഭരണഘടന വേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ്? ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. Today, most countries in the world have a constitution. While all democratic countries are likely to have a constitution, it is not necessary that all countries that have a constitution are democratic. അപ്പോൾ ഇന്ന് മിക്ക രാജ്യങ്ങൾക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ. ലോകത്തുള്ള ഏത് രാജ്യം എടുത്താലും അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. മിക്ക രാജ്യങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും, അതായത് എല്ലാ ഡെമോക്രാറ്റിക് കൺട്രീസിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പക്ഷേ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും ജനാധിപത്യമാണെന്ന്, ഡെമോക്രാറ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതായത് എല്ലാ ഡെമോക്രാറ്റിക് കൺട്രിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എന്നാൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും ഡെമോക്രാറ്റിക് ആണെന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല. The Constitution serves several purposes. First, it lays out certain ideals that form the basis of the kind of country that we as citizens aspire to live in. Or put another way, Constitution tells us what the fundamental nature of our society is. അപ്പം ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലേ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു ധാരണയോട് കൂടിയായിരിക്കും ഓരോ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊന്നെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആദർശങ്ങളൊക്കെ അനുസരിച്ച് അവിടുത്തെ സിറ്റിസൻസിന് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ടൊരു സൊസൈറ്റി അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. A country is usually made up of different communities of people who share certain beliefs but may not necessarily agree on all issues. അപ്പോൾ ഒരു രാജ്യം എന്ന് പറയുമ്പം പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും അവിടെ ജീവിക്കുന്നത് അല്ലേ. അവരുടെ വിശ്വാസങ്ങൾ വേറെ ആയിരിക്കാം. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ എല്ലാവർക്കും ഒരേ നിലപാടായിരിക്കത്തില്ല അതിലുണ്ടായിരിക്കുന്നത്. പലർക്കും പല കാഴ്ചപ്പാട്, പല വിശ്വാസങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. A constitution helps serve as a set of rules and principles that all persons in a country can agree upon on the basis of the way in which they want the country to be governed. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിലൂടെ അവിടെയുള്ള എല്ലാ ജനങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാവുന്ന രീതിയിലാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. പല വിശ്വാസങ്ങൾ, പല ഭാഷകൾ, പല മതത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മാനസികാവസ്ഥ അല്ലെങ്കിൽ എല്ലാവരുടെയും ബിലീഫൊക്കെ നോക്കിക്കൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുക, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും പാലിക്കാവുന്ന രീതിയിലാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. This includes not only the type of government but also an agreement on certain ideals that they are all believe the country should uphold. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല. എന്ത് ആദർശത്തിൻ്റെ പുറത്താണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. Let us try and understand what we mean by this through two contrasting situations in the recent history of Nepal, a country that borders India on the north. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റാവുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ
രാജ്യത്തിൻ്റെ ബോർഡറിൽ തന്നെ കിടക്കുന്ന നോർത്ത് ബോർഡറിൽ കിടക്കുന്ന നേപ്പാൾ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് അവരുടെ റീസെൻ്റായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ നമുക്കതിലൂടെ കൂടുതലായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അണ്ടിൽ റീസെൻ്റ്ലി നേപ്പാൾ വാസ് എ മൊണാർക്കി. അപ്പം കുറച്ച് കാലം മുന്നേ വരെ നേപ്പാൾ എന്ന് പറയുന്നത് ഒരു രാജഭരണമുള്ള ഒരു രാജ്യമായിരുന്നു. അവിടെ രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. നമ്മുടെ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യമായിരുന്നില്ല, അത് രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. അതിനെയാണ് നമ്മൾ മൊണാർക്കി എന്ന് പറയുന്നത്. അവിടെ രാജവാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. The previous constitution of Nepal, which had been adopted in 1990, reflected the fact that the final authority rested with the king. അപ്പം അവർ റീസെൻ്റായിട്ട് എടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1990 അതും പ്രകാരം എന്താണ് പറയുന്നത്, ആ രാജ്യത്തെ അന്തിമ അധികാരം അല്ലെങ്കിൽ എന്തെങ്കിലും അന്തിമ തീരുമാനമുണ്ടെങ്കിൽ അത് രാജാവിന് മാത്രം എടുക്കാൻ പറ്റുന്നതായിരുന്നു. അതായത് ജനങ്ങൾക്കൊന്നും ആ തീരുമാനത്തിലൊന്നും പങ്കാളികളാവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ തീരുമാനമൊന്നും അനുസരിച്ചായിരുന്നില്ല അവിടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. രാജാവ് എന്താണോ തീരുമാനിക്കുന്നത് അതിൻ പ്രകാരം മാത്രമേ അവിടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നുള്ളൂ. ഇതാണ് 1990 നേപ്പാളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. A people's movement in Nepal fought for several decades to establish democracy, and in 2006 they finally succeeded in putting an end to the powers of the king. അപ്പം ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ആ രാജ്യത്തെ ജനങ്ങൾ ഡെമോക്രസി കൊണ്ടുവന്നത്. ഒരു ജനാധിപത്യ രാജ്യമാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പരിശ്രമിച്ചു. കുറേ വർഷങ്ങളെടുത്താണ് അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അതായത് 1990 ഒരു പ്രീവിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറായ നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. അതിനുശേഷം 2006 നേപ്പാൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് വന്നത്. അതായത് അവിടുത്തെ രാജഭരണം അവസാനിപ്പിച്ച് ഒരു ജനാധിപത്യ രാജ്യമായി മാറിയത്. The people had to write a new constitution to establish Nepal as a democracy. അപ്പം ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആയപ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കൺട്രി ആയപ്പോഴത്തേക്കിന് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. The reason that they did not want to continue with the previous constitution is because it did not reflect the ideals of the country that they want Nepal to be and that they have fought for. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്തത്? കാരണം ഇതിന് മുന്നേ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ ആദർശങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരുന്നില്ല. രാജാവ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കം തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു, എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്നില്ലെന്നല്ലേ. അപ്പോൾ അവിടുത്തെ ആ കാലഘട്ടത്തിൽ 1990 എടുത്ത ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആയിരുന്നില്ല, അവിടെ രാജാവിൻ്റെ തീരുമാനങ്ങളായിരുന്നു വന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി വന്നിരിക്കുകയാണ് അല്ലേ. ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ജനാധിപത്യ രാജ്യത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അവിടെയുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആദർശങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആദർശം അനുസരിച്ച് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ മാറ്റിയിട്ട് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഡെമോക്രാറ്റിക് കൺട്രി ആയ ആ ടൈമിൽ നിർമ്മിക്കുകയാണ്. As in the game of football, in which a change in the constitutive rules will change the game altogether, Nepal, by moving from a monarchy to a democratic government, needs to change all its constitutive rules in order to usher in a new society. അപ്പം ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിൽ കുറച്ച് റൂൾസ് ഉണ്ട്, അത് നമ്മൾ തുടക്കം തന്നെ ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ ആ റൂൾസിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ആ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം തന്നെ ചേഞ്ചായി മറ്റെന്തെങ്കിലും ഒരു ഗെയിമായി മാറും അല്ലേ. അപ്പം എന്തെങ്കിലും റൂളിൽ ചേഞ്ച് കൊണ്ടുവന്നാൽ തന്നെ ഒരു ഗെയിം തന്നെ മാറി മറ്റൊരു ഗെയിമായി മാറുന്ന സ്ഥിതിക്ക് നേപ്പാൾ ഇപ്പം ഒരു രാജഭരണത്തിൽ നിന്ന് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റായി മാറുമ്പോഴത്തേക്കിന് അവിടെ ധാരാളം റൂൾസിൽ ചേഞ്ചസ് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അവർ ചിന്തിച്ച രീതിയിലുള്ള ഒരു പുതിയ സൊസൈറ്റി ആയിട്ട് മാറത്തുള്ളൂ. This is why the people of Nepal adopted a new constitution for the country in 2015. അപ്പോൾ 1990 രാജഭരണത്തിൻ്റെ സമയത്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അഡോപ്റ്റ് ചെയ്തത്. അതിനുശേഷം 2006 അവരൊരു ഡെമോക്രാറ്റിക് കൺട്രിയായി മാറി. പിന്നീട് 2015 അവർ അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.